ഹലോ, നമ്മൾ മലയാളികൾക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചില വിഭവങ്ങളുണ്ട് അല്ലേ? അതുപോലൊരു ഇഷ്ടവിഭവമായ മത്തങ്ങയിരിശ്ശേരിയാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോണേ. രുചിയുടെ കാര്യത്തിൽ കേമനായ മത്തങ്ങയിരിശ്ശേരിയിലേക്ക് കടുകും തേങ്ങയും ഒക്കെ വറുത്ത് ചേർക്കുമ്പോഴുള്ള സ്മെല്ല് അതൊന്ന് വേറെ തന്നെ. ഇതിനായിട്ട് മത്തങ്ങ പീസാക്കിയത് 300 ഗ്രാം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ, മത്തങ്ങയുടെ ഒപ്പം നിന്നാൽ മതി കേട്ടോ. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഇനി അരയ്ക്കാനായിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് നോക്കാം. 2 തണ്ട് കറിവേപ്പില, 5 ചെറിയ ഉള്ളി, 2 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 3 പിഞ്ച് ചെറിയ ജീരകം, ഒരു തേങ്ങയുടെ പകുതി ചിരകിയത്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, മുളക് പൊടി 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നന്നായി അരച്ചെടുത്തിട്ട് വരാവേ. അപ്പോഴേക്കും മത്തങ്ങ ഇവിടെ ഇരുന്ന് വേവട്ടെ. ഇപ്പോൾ മത്തങ്ങ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വൻപയർ വേവിച്ചത് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വൻപയർ വേവിക്കുമ്പോൾ ഉടയാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 3 മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിക്കണേ. രണ്ടും കൂടി മിക്സ് ആവട്ടെ നന്നായിട്ട്. 3 മിനിറ്റിന് ശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതൊരു 3 മിനിറ്റ് സമയം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്താൽ മതി. ഇനി കടുക് വറുത്തിടാം. കടുക് വറുക്കാനായിട്ട് ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 3/4 ടീസ്പൂൺ കടുക് ചേർത്തു. കടുക് പൊട്ടിക്കഴിയുമ്പോൾ ഇനി ചേർക്കുന്നത് ഉണക്കമുളകാണ്. അതൊരു 3 എണ്ണം 2ആയിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ടേ. ഇതിലേക്ക് ഇനി 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 3 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയാണ്. മറ്റുള്ള കറികളിൽ നിന്നൊക്കെ മത്തങ്ങ എരിശ്ശേരിയെ വേറിട്ട് നിർത്തുന്നത് ഈ കടുക് വറുക്കുമ്പോൾ ചേർക്കുന്ന തേങ്ങയാണ്. നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇത് കരിഞ്ഞു പോകാതെ വഴറ്റണേ. ഇത് നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോഴുള്ള മൊരിഞ്ഞ തേങ്ങയുടെയും മുളകിൻ്റെയും ഒക്കെ കൂടിയുള്ള സ്മെല്ല് അപാരമാണ് കേട്ടോ. ഇതിപ്പോൾ പാകത്തിന് ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ വളരെ സ്വാദിഷ്ടമായി നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മത്തങ്ങ എരിശ്ശേരിയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ തീർച്ചയായും ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസ് കൂടിയൊക്കെ ഒന്ന് അറിയിച്ചേക്കണേ. പുതിയൊരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.